Hi dear students, let's talk history. നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് കണ്ടംപററി ഇന്ത്യയുടെ പ്രീവിയസ് ഇയർ ഡിസ്കഷൻ ആണ്. അപ്പം നമുക്ക് കണ്ടംപററി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ വേഗം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ നമ്മുടെ ക്ലാസ്സുകളും അപ്ഡേറ്റുകളും ഒക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള സമയങ്ങളിൽ കിട്ടുകയുള്ളൂ. അപ്പം നമുക്ക് ഒട്ടും ലേറ്റ് ആക്കേണ്ട, വേഗം തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് എന്ന് നോക്കാം. നമ്മൾ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ ആദ്യം എസ് എ ക്വസ്റ്റ്യൻസ്, ദെൻ ഷോർട്ട് എസ് എ ക്വസ്റ്റ്യൻസ്, ദെൻ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഇങ്ങനെയാണ് ഈ ഒരു ഓർഡറിലാണ് നമ്മൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിൽ ഹൈലൈറ്റ് ചെയ്തിട്ട് കൊടുത്തിരിക്കുന്നത് ഓരോ പ്രീവിയസ് ഇയറിലും റിപ്പീറ്റഡ് ആയിട്ട് ഓരോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലും എസ് എ ക്വസ്റ്റ്യൻ ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പം റിപ്പീറ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന എസ് എ ക്വസ്റ്റ്യൻസ് നോക്കുകയാണെങ്കിൽ ഗ്ലോബലൈസേഷൻ, ക്രിട്ടിക്കൽ സ്റ്റഡി ഓഫ് അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഗ്ലോബലൈസേഷൻ ഇൻ ഇന്ത്യ. എന്താണ് ഗ്ലോബലൈസേഷൻ, എന്താണ്, അതുപോലെ തന്നെ ഇന്ത്യയിലെ ഗ്ലോബലൈസേഷൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. ഇത് റിപ്പീറ്റഡ് ആയിട്ട് പലതവണ ചോദിച്ചിട്ടുള്ളതാണ്. ഗ്ലോബലൈസേഷൻ പലതവണ ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് നിങ്ങൾ പഠിക്കുമ്പോൾ എന്താണ് ഗ്ലോബലൈസേഷൻ, ഇന്ത്യയിലെ ഗ്ലോബലൈസേഷൻ എന്താണ്, അതിൻ്റെ പ്രത്യേകത എന്താണ്, ഗ്ലോബലൈസേഷൻ ഇന്ത്യ എത്രത്തോളം സ്വാധീനിച്ചിട്ടുണ്ട്, ഗ്ലോബലൈസേഷൻ മൂലം എന്തെല്ലാം അഡ്വാൻറ്റേജസ് ഇന്ത്യക്ക് ഉണ്ടായിട്ടുണ്ട്, അതുപോലെ തന്നെ ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. ഈ ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്ന ടോപ്പിക്ക് നമ്മൾ ഫസ്റ്റ് ഇയർ എക്കണോമിക്സിൽ പഠിച്ചതാണ് അല്ലേ. ഫസ്റ്റ് ഇയറിൽ നമ്മുടെ എക്കണോമിക്സ് പേപ്പർ ഉണ്ടായിരുന്നു, ബേസിക്സ് ഓഫ് എക്കണോമിക്സ്. ആ ബേസിക്സ് ഓഫ് എക്കണോമിക്സിൽ പഠിച്ചൊരു ടോപ്പിക്കാണ് ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത്. സെയിം ടോപ്പിക്ക് തന്നെയാണ്, നമുക്കൊന്ന് റിവൈസ് ചെയ്താൽ മാത്രം മതി. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റിപ്പീറ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന സെക്കൻഡ് ക്വസ്റ്റ്യൻ, ബാക്ക്ഗ്രൗണ്ട് ഫോർ ദ എമർജൻസ് ഓഫ് കമ്മ്യൂണലിസം ഇൻ ഇന്ത്യ ആൻഡ് ഇറ്റ്സ് ഇൻഫ്ലുവൻസ് ഇൻ ഇന്ത്യൻ പൊളിറ്റിക്സ്. എന്താണ് നമ്മുടെ കമ്മ്യൂണലിസത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, എങ്ങനെയാണ് കമ്മ്യൂണലിസം എമേർജ് ചെയ്ത് വന്നത്, ദെൻ അതിൻ്റെ ഇൻഫ്ലുവൻസ് ഇന്ത്യൻ പൊളിറ്റിക്സിൽ കമ്മ്യൂണലിസത്തിൻ്റെ ഇൻഫ്ലുവൻസ് എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് ഒരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ. തേർഡ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പ്രൊവിഷൻസ് ഓഫ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935, 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് എന്താണ്, അതിൻ്റെ പ്രൊവിഷൻസ് എന്തൊക്കെയാണ്, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്. ഇത് റിപ്പീറ്റഡ് ആയിട്ട് പലതവണ ചോദിച്ചിട്ടുണ്ട്. എസ് എ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ഷോർട്ട് എസ് എ ക്വസ്റ്റ്യനിലും ചോദിച്ചിട്ടുണ്ട്. ഇത് നമ്മളൊരു ഈ ഒരു ടോപ്പിക്ക് മാത്രമായിട്ടൊരു ക്ലാസ് ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. കാണാത്തവർ ആ ഒരു ക്ലാസ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ളതാണ്, അത് കേൾക്കണം. ഇതിൻ്റെ പ്രൊവിഷൻസ്, അതായത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൻ്റെ പ്രൊവിഷൻസ് എന്തൊക്കെയാണ്, എങ്ങനെയാണ് ഇത് കൊണ്ടുവന്നത്, ദെൻ ഇതിനെതിരെ നമ്മുടെ ഇന്ത്യൻ ലീഡേഴ്സ്, ഇന്ത്യൻ നാഷണലിസ്റ്റ് ലീഡേഴ്സ് എങ്ങനെയാണ് അതിനെ ക്രിട്ടിസൈസ് ചെയ്ത് പറഞ്ഞത്, അവരുടെ പ്രതികരണം എങ്ങനെയുള്ളതായിരുന്നു, ദെൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നമ്മുടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൻ്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അതിൽ പറഞ്ഞിട്ടുണ്ട്. ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾ പഠിക്കുവാൻ ശ്രമിക്കുക. എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഇതിൽ നിന്ന് വന്നിരിക്കും. ദെൻ ഫോർത്ത് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, അനലൈസ് ദ ന്യൂ എക്കണോമിക് പോളിസി ആൻഡ് ഡിസ്കസ് ഇറ്റ്സ് ഇമ്പാക്ട് ഓൺ ഇന്ത്യൻ എക്കോണമി സിൻസ് 1990. എന്താണ് ന്യൂ എക്കണോമിക് പോളിസി അല്ലേ, നമ്മുടെ ഇൻഡിപെൻഡൻസിന് ശേഷം പുതിയ എക്കണോമിക് പോളിസി ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു. ആ എക്കണോമിക് പോളിസിക്ക് ഇന്ത്യൻ എക്കോണമിയിൽ ഉണ്ടായിട്ടുള്ള ഇമ്പാക്റ്റുകൾ, ഈ എക്കണോമിക് പോളിസി കാരണം വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഇമ്പാക്റ്റുകൾ ഏതൊക്കെയാണ്, 1990 വരെ വന്നിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ്, ഇന്ത്യൻ എക്കോണമി എങ്ങനെയാണ് മാറിയത് എന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയേണ്ടത്. അതിനെ അനലൈസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വൈ ഈസ് പാർട്ടീഷൻ വ്യൂഡ് ആസ് ആൻ എക്സ്ട്രീംലി സിഗ്നിഫിക്കൻറ്റ് മാർക്കർ ഇൻ സൗത്ത് ഏഷ്യൻ ഹിസ്റ്ററി. എന്താണ് പാർട്ടീഷൻ അല്ലേ, ഇന്ത്യൻ പാർട്ടീഷൻ, ഇന്ത്യ വിഭജനം. 1947 ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആവുന്ന സമയത്ത് ഇന്ത്യ എന്താണ് പാർട്ടീഷനെ നേരിടേണ്ടി വന്നു, അല്ലെങ്കിൽ ഇന്ത്യ വിഭജിക്കപ്പെട്ടു. ഇന്ത്യ എന്നും പാകിസ്ഥാനിൽ നിന്നും രണ്ടായിട്ട് വിഭജിക്കപ്പെട്ടു. ആ ഒരു സമയത്ത് നേരിട്ട പ്രശ്നങ്ങളും അത് സൗത്ത് ഏഷ്യൻ ഹിസ്റ്ററിയിലെ പ്രധാനപ്പെട്ട എക്സ്ട്രീംലി സിഗ്നിഫിക്കൻറ്റ് മാർക്കറാണ് എന്ന് പറയുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താണ് എഴുതേണ്ടത്, പാർട്ടീഷൻ എന്താണ്, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, ഇന്ത്യൻ ചരിത്രത്തിൽ അല്ലെങ്കിൽ സൗത്ത് ഏഷ്യൻ ചരിത്രത്തിൽ അതിൻ്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറയണം. ഈ പാർട്ടീഷൻ എന്ന് പറയുന്ന ടോപ്പിക്ക് പലതരത്തിൽ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുണ്ട്. പാർട്ടീഷൻ, അതുപോലെ തന്നെ റെഫ്യൂജീസ് ക്രൈസിസ്, ഇതൊക്കെ പലതരത്തിൽ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളവയാണ്. അതുകൊണ്ട് നമ്മൾ ഈ പാർട്ടീഷനും പഠിക്കേണ്ടതാണ്. ഇത് നമ്മൾ ഇന്ത്യ നാഷണലിസം മേക്കിംഗ് എന്ന ടോപ്പിക്കിൽ പഠിച്ചതാണ്. അതുകൊണ്ട് ഇതും നമ്മുടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ഒക്കെ നമ്മൾ ചെറിയ രീതിയിൽ
നമ്മുടെ ഇന്ത്യ നാഷണൽ ദ മേക്കിങ്ങിൽ പഠിച്ചതാണ്. നിങ്ങളത് ഒന്നുകൂടെ റിവൈസ് ചെയ്തിട്ട് വേണം പോവാൻ. പോയിന്റുകളൊന്നും മറക്കാതെ തന്നെ പഠിക്കുക. ഓക്കെ, അപ്പോൾ ഷോർട്ട് എസ്സേ ക്വസ്റ്റ്യൻസിലേക്ക് നോക്കുമ്പോൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഷോർട്ട് എസ്സേ ക്വസ്റ്റ്യൻസിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 അല്ലേ. 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് എങ്ങനെയാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു ബേസ് ആയി മാറിയത്, അതിന് നിങ്ങളുടെ ഒരു അഭിപ്രായം, യുവർ ഒപ്പീനിയൻ, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ആസ് ദ ബേസ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് യുവർ ഒപ്പീനിയൻ. അത് ഒരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പല തരത്തിൽ ചോദിക്കാം. എന്താണ് അതിന് ആക്ട്, എന്താണ് അതിൻ്റെ പ്രൊവിഷൻസ്, എന്തൊക്കെയാണ് അതിൻ്റെ ഫീച്ചേഴ്സ്, എന്താണ് ഇമ്പോർട്ടൻസ്, എന്താണ് സിഗ്നിഫിക്കൻസ്, എന്താണ് പല രീതിയിൽ ചോദിക്കും. നമ്മൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൻ്റെ ഒരു ക്ലാസ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ നമ്മളത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. അതെന്തായാലും പോയി കാണുക, മറന്നു പോകരുത്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്, പലതരത്തിൽ ചോദിക്കാറുണ്ട്. ദെൻ അടുത്ത ഒരു ടോപ്പിക്കാണ് റെഫ്യൂജീസ് ക്രൈസിസ് ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്. ഇൻഡിപെൻഡൻസിന് ശേഷം അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിന് ശേഷം റെഫ്യൂജീസ് അല്ലെങ്കിൽ അഭയാർത്ഥികൾ നേരിട്ടിട്ടുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത്. ഇതൊക്കെ നമുക്ക് വളരെ നന്നായിട്ട് എഴുതി ഫലിപ്പിക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്കൊക്കെയാണ്. ദെൻ ബ്ലൂ റെവല്യൂഷൻ മാത്രം പഠിച്ചാൽ പോരാ. ഇവിടെ നിങ്ങൾ പഠിക്കുമ്പോൾ ഗ്രീൻ റെവല്യൂഷൻ ഉണ്ട്, വൈറ്റ് ഉണ്ട്, യെല്ലോ ഉണ്ട്, ബ്ലൂ ഉണ്ട്, എല്ലാ കളറും ഉണ്ട് അല്ലേ. അപ്പോൾ 4 കളർ ഓഫ് റെവല്യൂഷൻസ് ഉണ്ട്. ബ്ലൂ റെവല്യൂഷൻ, ഗ്രീൻ റെവല്യൂഷൻ, യെല്ലോ റെവല്യൂഷൻ ആൻഡ് വൈറ്റ് റെവല്യൂഷൻ. 4 റെവല്യൂഷൻസ് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. ഏതെങ്കിലും ഒരു റെവല്യൂഷൻ ചോദിച്ചിരിക്കാം. ദെൻ നേച്ചർ ഓഫ് ഡീസെൻട്രലൈസേഷൻ പവർ ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഡീസെൻട്രലൈസേഷൻ പവർ എങ്ങനെയാണ്, അതിൻ്റെ നേച്ചർ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദെൻ ഹൈ യീൽഡിംഗ് വെറൈറ്റീസ് ഓഫ് സീഡ്സ്. ഹൈ യീൽഡിംഗ് വെറൈറ്റീസ് ഓഫ് സീഡ്സ് നമ്മൾ എവിടെയാണ് പഠിക്കുന്നത്? ഗ്രീൻ റെവല്യൂഷൻ പഠിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ പ്ലാനിങ് കമ്മീഷനെ കുറിച്ച് പഠിക്കുമ്പോൾ അല്ലേ, നമ്മുടെ 5 ഇയർ പ്ലാൻസ്, ഇതൊക്കെ പഠിക്കുമ്പോൾ സമയത്ത് പഠിക്കുന്ന സാധനമാണ് എന്ത് ഹൈ യീൽഡിംഗ് വെറൈറ്റീസ് ഓഫ് സീഡ്സ് എന്ന് പറയുന്നത്. നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. ഗ്രീൻ റെവല്യൂഷൻ പഠിച്ചിരിക്കണം, പ്ലാനിങ് കമ്മീഷനെ പഠിച്ചിരിക്കണം, 5 ഇയർ പ്ലാൻസ് പഠിച്ചിരിക്കണം. ഇവിടെ നിന്ന് വേണമെങ്കിലും ചോദിക്കാം. ഓക്കെ, ഹൗ ഡസ് കാസ്റ്റ് ഗെറ്റ് പൊളിറ്റിസൈസ്ഡ് ഇൻ ഇന്ത്യ? ഇന്ത്യയിലെ കാസ്റ്റുകളെ എങ്ങനെയാണ് പൊളിറ്റിസൈസ് ചെയ്തത് അല്ലെങ്കിൽ പൊളിറ്റിക്കലാക്കി മാറ്റിയത് എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സിഗ്നിഫിക്കൻസ് ഓഫ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ്. ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, സിഗ്നിഫിക്കൻസ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ വർഷം തൊട്ട് പഠിക്കുന്നതാണ്, കഴിഞ്ഞ സെമ്മിൽ തൊട്ട് നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്. ഒന്ന് നിങ്ങൾ റിവൈസ് ചെയ്താൽ മാത്രം മതി. ഓക്കെ, ദെൻ അതുപോലെ തന്നെ ഷോർട്ട് എസ്സേ ക്വസ്റ്റ്യനിൽ പിന്നെ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള, ഒരുപാട് റിപ്പീറ്റഡ് അല്ല എങ്കിലും റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ക്രിട്ടിക്കൽ സ്റ്റഡി ഓൺ വുമൻസ് റിസർവേഷൻ പോളിസി ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ വുമൻസ് റിസർവേഷൻ പോളിസിയെ കുറിച്ച് ഒന്ന് ക്രിട്ടിക്കലി അതിനെ സ്റ്റഡി നടത്തുക അല്ലെങ്കിൽ അതിനെ ക്രിട്ടിക്കലി എക്സാമിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ദെൻ എക്കണോമിക് എഫക്ട്സ് ഓഫ് പാർട്ടീഷൻ ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ പാർട്ടീഷന്റെ സാമ്പത്തികപരമായിട്ടുണ്ടായ എഫക്റ്റുകൾ എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. Then, how did the liberalization policy affect the peasants of India? ഇന്ത്യയിലെ പെസൻസിനെ എങ്ങനെയാണ് ലിബറലൈസേഷൻ പോളിസി എഫക്റ്റ് ചെയ്തത് എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ദെൻ ഹൗ ഡിഡ് ഗുജറാത്ത് അൺറെസ്റ്റ് ഇൻസ്പയർ JP's ബീഹാർ മൂവ്മെന്റ്? JPയുടെ ബീഹാർ മൂവ്മെന്റിനെ ഗുജറാത്ത് എങ്ങനെയാണ് ഇൻസ്പയർഡ് ആയത് എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ദെൻ നെഹ്റു മഹലനോബിസ് സ്ട്രാറ്റജി ഓഫ് ഡെവലപ്മെന്റ്. നെഹ്റു മഹലനോബിസ് സ്ട്രാറ്റജി ഓഫ് ഡെവലപ്മെന്റ് എന്താണ് എന്ന് പറഞ്ഞു വെക്കണം. ഓക്കെ, അപ്പം ഇത്രയുമാണ് നമുക്ക് ഷോർട്ട് എസ്സേ ക്വസ്റ്റ്യൻസിൽ റിപ്പീറ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസിൽ വരുന്നതാണ് അരുണ ആസിഫ് അലി, മഹലനോബിസ് മോഡൽ, ഡിമോണിറ്റൈസേഷൻ. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ്. റിപ്പീറ്റഡ് ആയിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ളതാണ്. ദെൻ വുമൻസ് റിസർവേഷൻ ബിൽ 2008, 2008 വുമൻസ് റിസർവേഷൻ ബില്ല്, BR അംബേദ്കർ. ദെൻ മിക്സഡ് എക്കോണമി എന്താണെന്ന്. ദെൻ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി NEP എന്ന് പറഞ്ഞ് ചോദിച്ചിട്ടുണ്ട്. NEP ആൻഡ് ഇറ്റ്സ് ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞ് ചോദിച്ചിട്ടുണ്ട്. NEP ആൻഡ് ഇറ്റ്സ് കോമ്പണൻസ് എന്ന് പറഞ്ഞ് ചോദിച്ചിട്ടുണ്ട്. NEP കോമ്പണൻസ് എന്ന് പറഞ്ഞ് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇത് നാഷണൽ എക്കണോമിക് പോളിസി അല്ലേ, സോറി ന്യൂ എക്കണോമിക് പോളിസി അല്ലേ, ഇത് കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കുക. പലതരത്തിൽ ചോദിച്ചിട്ടുണ്ട്. ദെൻ പ്രൈവറ്റൈസേഷൻ, നോഖാലി റയറ്റ്, ദെൻ അന്ന ഹസാരെ. ഇത്രയുമാണ് ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് വന്നിരിക്കുന്നത്. ഒരുപാട് ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ടുള്ള വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത്.
ദെൻ അതുപോലെ തന്നെ മൊറാർജി ദേശായി, HDI ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് HDI ചോദിച്ചിട്ടുണ്ട് ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യനിൽ. MS സ്വാമിനാഥൻ ഗ്ലോബൽ വില്ലേജ്, മൈഗ്രേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മൈഗ്രേഷനൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ദെൻ മിക്സഡ് എക്കോണമി നമ്മൾ ഓൾറെഡി പറഞ്ഞു, മിക്സഡ് എക്കോണമി. ദെൻ ഇൻഡോ ചൈന വാർ, ഇതൊക്കെ ഷോർട്ട് ആൻസറിലാണ് വന്നിരിക്കുന്നത്. ദെൻ ജാർഖണ്ഡ് മൂവ്മെന്റ്, ഡിപ്രഷൻ ക്ലാസ് ഫെഡറേഷൻ, സിംഗ് സഭ മൂവ്മെന്റ്, ബെൽക്കോട്ട് കോൺഫറൻസ്, സന്താൾസ്, ദെൻ മുത്തങ്ങ സ്ട്രഗിൾ, ഇതൊക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് മാത്രമേ ഞാനിവിടെ പറഞ്ഞിട്ടുള്ളൂ. ഈ പറയുന്ന ടോപ്പിക്കുകളൊക്കെ നിങ്ങൾ പഠിക്കാതെ എക്സാമിന് പോകരുത്. ഒരുപാട് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ളൊരു പേപ്പറാണ്. അതുകൊണ്ട് ഈ പറയുന്ന ക്വസ്റ്റ്യൻസിനൊക്കെ ഈ പറയുന്ന ടോപ്പിക്കുകളൊക്കെ പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഒരുവിധം നല്ല രീതിയിൽ എക്സാം എഴുതുവാൻ സാധിക്കും. ഓക്കെ, അപ്പം ഇതിനെ ബേസ് ചെയ്ത് തന്നെ നിങ്ങൾ പഠിക്കുവാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അപ്പം എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓക്കെ, താങ്ക് യു.